ഗുഡ് മോർണിംഗ് യൂറോപ്പ്. ആനന്ദ ന്യൂസിലേക്ക് സ്വാഗതം. ട്രംപിന് വഴങ്ങിയോ കെയർ സ്റ്റാമർ എന്ന് ഉടൻ അറിയാം. ഇസ്രയേലിന്റെ നടപടികൾ പ്രതിഷേധിച്ച് പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കാനുള്ള യുകെയുടെ നീക്കങ്ങളിൽ ട്രംപ് വിയോജിപ്പ് രേഖപ്പെടുത്തിയതോടെ ഈ കാര്യത്തിൽ കെയർ സ്റ്റാമർ സർക്കാരിന്റെ തീരുമാനം വൈകുമെന്ന് ഉറപ്പായി. പലസ്തീൻ രാഷ്ട്ര പ്രഖ്യാപനത്തിൽ കെയർ സ്റ്റാമറിനെ ട്രംപ് കടുത്ത ഭാഷയിൽ വിമർശിച്ചില്ല എന്നതും ശ്രദ്ധേയമായി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെ നിരാശപ്പെടുത്തിയെന്ന് 2 ദിവസത്തെ ലണ്ടൻ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായി നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ ഡൊണാൾഡ് ട്രംപ് ആരോപിച്ചു. അധികാരമേറ്റ ഉടൻ റഷ്യയും ഉക്രൈനും തമ്മിൽ സമാധാന കരാർ ഉണ്ടാക്കാൻ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പുടിന്റെ പ്രവർത്തനങ്ങൾ അത് ചെയ്യുന്നതിൽ നിന്നും തന്നെ തടഞ്ഞുവെന്ന് ട്രംപ് പറഞ്ഞു. ഉക്രൈൻ സൈനികരെക്കാൾ ഉയർന്ന നിരക്കിൽ റഷ്യൻ സൈനികർ കൊല്ലപ്പെടുന്നു. റഷ്യയും ഉക്രൈനും തമ്മിൽ ഒരു സമാധാന ചർച്ച നടത്തുന്നത് എളുപ്പമാണെന്ന് കരുതിയതായും ട്രംപ് പറഞ്ഞു. യുകെയിലെ ക്രമരഹിതമായ കുടിയേറ്റ കൈകാര്യം ചെയ്യാൻ സ്റ്റാമറിന് സൈന്യത്തെ കൊണ്ടുവരാൻ കഴിയുമെന്നും ട്രംപ് നിർദ്ദേശിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനൊടുവിൽ രാജകുടുംബത്തെയും സ്റ്റാമറിനെയും ബ്രിട്ടനെയും ട്രംപ് സന്ദർശിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനൊടുവിൽ രാജകുടുംബത്തെയും സ്റ്റാമറിനെയും ബ്രിട്ടനെയും ട്രംപ് പ്രശംസിച്ചു. കുടിയേറ്റക്കാരെ ഒതുക്കാൻ സൈന്യത്തെ ഇറക്കാൻ ട്രംപിന്റെ ഉപദേശം. ബ്രിട്ടന്റെ അതിർത്തികൾ നിയന്ത്രിക്കാൻ അമേരിക്കൻ മാതൃകയിൽ സൈന്യത്തെ വിളിക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ് കെയർ സ്റ്റാമർമാർക്ക് ഉപദേശം നൽകി. നിയമവിരുദ്ധ കുടിയേറ്റം യുകെയെ നശിപ്പിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ട്രംപ് സംസ്ഥാന സന്ദർശനം അവസാനിപ്പിച്ചത്. നിയമവിരുദ്ധമായി തെക്കൻ അതിർത്തി കടക്കുന്ന കുടിയേറ്റക്കാരെ തടയാൻ കർശന നടപടി സ്വീകരിക്കുന്നതിൽ യുഎസിനെ പിന്തുടരണമെന്നും ട്രംപ് സ്റ്റാമറിനോട് പറഞ്ഞു. ഋഷി സുനക്കിന്റെ ഫ്യൂച്ചർ ഫണ്ടിൽ നിക്ഷേപിച്ചവർക്ക് പണി കിട്ടിയോ? ഋഷി സുനക് ചാൻസലറായിരിക്കെ ആരംഭിച്ച കോവിഡ് കാലഘട്ടത്തിലെ ഫ്യൂച്ചർ നിക്ഷേപ ഫണ്ടിൽ നിക്ഷേപിച്ച യുകെയിലെ നികുതിദായകർക്ക് 400 മില്യൺ പൗണ്ട് നഷ്ടപ്പെട്ടു. ഫണ്ടിനെ പിന്തുണയ്ക്കുന്ന 100 കണക്കിന് സ്റ്റാർട്ടപ്പുകളുടെ തകർച്ചയെ തുടർന്നാണ് ഈ അവസ്ഥ. ഫ്യൂച്ചർ ഫണ്ട് 1190 കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 1.14 ബില്യൺ പൗണ്ട് ചെലവഴിച്ചു. ഇതിൽ സെക്സ് പാർട്ടി ഓർഗനൈസറായ കില്ലിംഗ് കിറ്റൻസ്, ഇപ്പോൾ പ്രവർത്തനരഹിതമായ ഫെസ്റ്റിവൽ ടിക്കറ്റ് ബിസിനസ് പോളണ്ട് തുടങ്ങിയ സർക്കാർ പോർട്ട്ഫോളിയോകളുമായി ബന്ധമില്ലാത്ത ചില കമ്പനികളിലും പെടുന്നു. ബിസിനസ് ആൻഡ് ട്രേഡ് വകുപ്പിന്റെ ഏറ്റവും പുതിയ വാർഷിക റിപ്പോർട്ട് ഫ്യൂച്ചർ ഫണ്ടിന്റെ പിന്തുണയുള്ള 334 കമ്പനികൾക്ക് പിന്നീട് നഷ്ടത്തിലായെന്നും നികുതിദായകർക്ക് കോടിക്കണക്കിന് പൗണ്ട് നഷ്ടമുണ്ടാക്കിയെന്നും കണ്ടെത്തി. സുനക്കിന്റെ ഭാര്യ അക്ഷത മൂർത്തിയുമായി ബന്ധപ്പെട്ട കമ്പനികളിലും ഫണ്ട് ഏകദേശം 2 മില്യൺ പൗണ്ട് നിക്ഷേപിച്ചു. വീടിനകത്ത് ചൂട് നിലനിർത്തുവാൻ ഫണ്ടുണ്ട്. ആർത്രൈറ്റിസ്, ആസ്മ തുടങ്ങിയ രോഗങ്ങൾ യുകെയിൽ താമസിക്കുന്നവർക്ക് ഉണ്ടെങ്കിൽ വീടിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്ത് വീടിനകത്ത് ചൂട് നിലനിർത്തുന്നതിനായി 30,000 പൗണ്ട് വരെ ധനസഹായം നൽകാൻ യുകെയിൽ വ്യവസ്ഥയുണ്ടെന്ന് എത്ര പേർക്കറിയാം? ഊർജ വിതരണ കമ്പനികൾ ഇയോൺ മാത്രമാണ് എക്കോ4 എന്നറിയപ്പെടുന്ന ഈ ധനസഹായത്തെ കുറിച്ചുള്ള വിവരം നൽകിയിരിക്കുന്നത്. സർക്കാരിന് വേണ്ടി ഊർജ വിതരണ കമ്പനികളാണ് ഈ ധനസഹായം നൽകുന്നത്. നിങ്ങളുടെ GPA സന്ദർശിച്ച് നിങ്ങളുടെ ആരോഗ്യ അവസ്ഥയെ സൂചിപ്പിക്കുന്ന ഒരു സാക്ഷ്യപത്രം കരസ്ഥമാക്കിയാൽ ഇതിനായി അപേക്ഷിക്കാം. ഉയർന്ന രക്തസമ്മർദ്ദം, എക്സിമ, പ്രമേഹം എന്നീ രോഗങ്ങൾ ഉള്ളവർക്കും ഈ സഹായം ലഭിക്കും. ഹോം ഇൻസുലേഷൻ ഉൾപ്പെടെയുള്ള പണികൾക്കായി ഈ ധനസഹായം പ്രയോജനപ്പെടുത്താം. UK പോലീസ് സിവിലിയൻ ജീവനക്കാരും പണിമുടക്കിലേക്ക്. ഇനി തങ്ങളായിട്ട് എന്തിനു കുറയ്ക്കണമെന്ന ചിന്തയിലാണ് യുകെയിലെ പോലീസുകാർ. ശമ്പള വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് സമരത്തിനിറങ്ങുകയാണ് മെറ്റ് പോലീസിലെ സിവിലിയൻ ജീവനക്കാർ. സിവിലിയൻ ജീവനക്കാരെ 2ാം കിട പൗരന്മാരായാണ് കണക്കാക്കുന്നതെന്നും പബ്ലിക് ആൻഡ് കൊമേഴ്ഷ്യൽ സർവീസ് യൂണിയൻ ആരോപിച്ചു. യൂണിയനിലെ 6500 അംഗങ്ങൾ സമരം വേണമോ എന്ന് തീരുമാനിക്കാൻ വരും ആഴ്ചകൾ നടക്കുന്ന വോട്ടിംഗിൽ പങ്കെടുക്കുമെന്ന് അറിയിപ്പും വന്നുകഴിഞ്ഞു. നേരത്തെ ജീവനക്കാർക്ക് അനുവദിച്ചിരുന്ന 1250 പൗണ്ടിന്റെ ലണ്ടൻ അലവൻസ് തങ്ങളുടെ അംഗങ്ങൾക്ക് നിഷേധിച്ചതായും യൂണിയൻ അവകാശപ്പെട്ടിരുന്നു. മെറ്റ് പോലീസിൽ നിലനിൽക്കുന്ന അസമത്വത്തിന്റെ ഉദാഹരണമാണ് ഇതെന്നും യൂണിയൻ ആരോപിക്കുന്നു. അതേസമയം മെറ്റ് പോലീസ് പറയുന്നത് ജീവനക്കാർക്കും ഉദ്യോഗസ്ഥർക്കുമുള്ള ശമ്പളം, അലവൻസുകളും വ്യത്യസ്തമാണ് എന്നും അത് അവരുടെ ഉത്തരവാദിത്വങ്ങളിലും കടമകളിലും മറ്റുള്ളവ അടിസ്ഥാനപരമായി വ്യത്യാസങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളത് എന്നുമാണ്. അപ്രതീക്ഷിത കൊടുങ്കാറ്റിൽ വലഞ്ഞ് ഹീത്രൂ. കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചതോടെ ഹീത്രൂ വിമാനത്താവളത്തിലെ വിമാന ലാൻഡിംഗ് സംവിധാനങ്ങൾ സ്തംഭിച്ചു. താവളത്തിൽ ഇറങ്ങാൻ വിമാനങ്ങൾ ഏറെ ബുദ്ധിമുട്ടി. ചില വിമാനങ്ങൾ ആശ്രമം ഉപേക്ഷിച്ച് മറ്റിടങ്ങളിലേക്ക് തിരിച്ചുവിടുകയും ചെയ്തു. ഇംഗ്ലണ്ടിന്റെയും വെയിൽസിന്റെയും ഏതാണ്ട് മിക്ക ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം മെറ്റ് ഓഫീസ് പുറപ്പെടുവിച്ച യെല്ലോ വാർണിംഗ് നിലനിന്നിരുന്നു. ഞായറാഴ്ചയിലെ ശക്തമായ കാറ്റുവീഴ്ചയ്ക്ക് ശേഷമായിരുന്നു കൊടുങ്കാറ്റെത്തിയത്. സ്വാൻസി, കാർമാർത്തൻ, കാൻഡിൻഫില്ലെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലായിരുന്നു ശക്തമായ കാറ്റ് അനുഭവപ്പെട്ടത്. കനത്ത മഴ മൂലം ചിലയിടങ്ങളിലെ വീടുകളിലേക്കും മറ്റും വെള്ളം കയറുന്ന സാഹചര്യവും ഉണ്ടായി. ചിലയിടങ്ങൾ വൈദ്യുതി വിതരണം തടസ്സപ്പെടുകയും ചെയ്തു. ഗതാഗത തടസ്സവും ഉണ്ടായി. സൈബർ അറ്റാക്കിൽ കൗമാരക്കാരുടെ വിചാരണ തുടങ്ങി.
കഴിഞ്ഞ വർഷം നടന്ന സൈബർ ആക്രമണത്തിൽ ലണ്ടനിലെ ഗതാഗത അതോറിറ്റിയെ ഹാക്ക് ചെയ്ത കേസിൽ വിചാരണ ആരംഭിച്ചു. പ്രതികളായ 2 കൗമാരക്കാർ കോടതിയിൽ ഹാജരായി. നാഷണൽ ക്രൈം ഏജൻസിയും സിറ്റി ഓഫ് ലണ്ടൻ പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ കിഴക്കൻ ലണ്ടനിൽ നിന്നുമുള്ള 19-കാരിയായ തൽഹ ജുബറിനെയും വെസ്റ്റ് മിഡ്ലാൻഡ്സിലെ വാൽസയിൽ നിന്നുമുള്ള 18-കാരിയായ ഓവൻ ഫ്ലൈസിനെയും സെപ്റ്റംബർ 16-ന് അറസ്റ്റ് ചെയ്തു. കമ്പ്യൂട്ടർ ദുരുപയോഗ നിയമപ്രകാരം ട്രാൻസ്പോർട്ട് ഫോർ ലണ്ടനെതിരെ അനധികൃത പ്രവൃത്തികൾ ചെയ്യാൻ ഗൂഢാലോചന നടത്തിയതിന് കേസെടുത്തതിനെ തുടർന്ന് വ്യാഴാഴ്ച വെസ്റ്റ് മിൻസ്റ്റർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇവർ ഹാജരായി. വോയിസ് ഓഫ് വയനാട് ഇൻ യുകെയുടെ 14ാമത് വയനാട് സംഗമം നനീറ്റിനിൽ. കേരളത്തിലെ വയനാട് ജില്ലയിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് കുടിയേറിയവരുടെ കൂട്ടായ്മയായ വോയിസ് ഓഫ് വയനാട് ഇൻ യുകെയുടെ 14ാമത് വയനാട് സംഗമം 2025 ഒക്ടോബർ 11 ശനിയാഴ്ച വാർവിക്ക്ഷയറിലെ നനീറ്റനിൽ വെച്ച് നടക്കും. കോട്ടൺ സ്പോർട്സ് ആൻഡ് സോഷ്യൽ ക്ലബിൽ നടക്കുന്ന സംഗമത്തോടനുബന്ധിച്ച് കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ പരിപാടികൾ, മത്സരങ്ങൾ, നാട്ടിൽ നിന്നും വന്നിട്ടുള്ള മാതാപിതാക്കളെ ആദരിക്കൽ തുടങ്ങിയവ ഉണ്ടാകും. സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലും പുതിയ വിഷയങ്ങളിൽ നടത്തേണ്ട പരിപാടികളുടെ ആസൂത്രണവും സംഗമത്തിന്റെ ഭാഗമായി നടക്കും. ഇംഗ്ലണ്ടിലെ വയനാട്ടുകാരായ എല്ലാവരെയും സംഗമത്തിലേക്ക് ഭാരവാഹികൾ സ്വാഗതം ചെയ്തു. ഇതിനായുള്ള കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ആൻജിയോപ്ലാസ്റ്റിക്കിടെ മരണം, ഞെട്ടലിൽ മലയാളി കുടുംബം. സൗത്താംപ്ടൺ ജനറൽ ഹോസ്പിറ്റലിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതിനിടെ കോഴിക്കോട് സ്വദേശിനി ചന്ദ്രിനി മരണമടഞ്ഞു. സെൻസ് ഇടുന്നതിനിടയിൽ ഉണ്ടായ ഹൃദയ സ്തംഭനമായിരുന്നു മരണം. അപ്രതീക്ഷിത മരണമായതിനാൽ ഹോസ്പിറ്റൽ ബില്ലടക്കം ചിലവുകൾക്കായി സെന്റ് മനസ്സുകളുടെ സഹായം തേടുകയാണ് കുടുംബം. 3 മാസങ്ങൾക്ക് മുമ്പാണ് സൗത്താംപ്ടണിലുള്ള മകൻ കോഴിക്കോട് സ്വദേശി സുമിത്തിന്റെ അമ്മ ചന്ദ്രി കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നതിനായി യുകെയിലെത്തിയത്. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 15-ന് മരണം സംഭവിച്ചത്. സൗത്താംപ്ടൺ ആശുപത്രിയിൽ 5000 പൗണ്ടിന്റെ ബിൽ അടയ്ക്കുവാനും നാട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകാനുമുള്ള ചെലവുകൾക്ക് തുക കണ്ടെത്താനായി സൗത്താംപ്ടണിലെ മലയാളി സംഘടനകൾ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. 1 പൗണ്ട് 119.65 ഇന്ത്യൻ രൂപ. 1 US ഡോളർ 88.31 ഇന്ത്യൻ രൂപ. 1 യൂറോ 103.94 ഇന്ത്യൻ രൂപ. 1 പൗണ്ട് 1.36 US ഡോളർ. 1 കനേഡിയൻ ഡോളർ 63.91 ഇന്ത്യൻ രൂപ. മോർണിംഗ് ന്യൂസ് അവസാനിച്ചു. നന്ദി, നമസ്കാരം.